അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നമ്മളെ റിന്നും ഇസാക്കിയും നെക്സ്റ്റ് ഹാഫ് കളിക്കാൻ വേണ്ടി റെഡിയായി നല്ല പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ ഫ്രണ്ട് പുതിയൊരു ചാലഞ്ച് വരുന്നത്. അതായിരിക്കും ഷിദോ യൂസി. അവൻ വന്നതിന് ശേഷം തന്നെ അവർക്ക് മനസ്സിലായി ഇനി ഈ ഗെയിം മാറാൻ പോവാണ്. ഷിദോ ആണെങ്കിൽ വന്നപ്പോൾ തന്നെ മറിൻ്റെ അടുത്ത് വെൽ 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 ഇനിയും കാണാം ആരാ ബെസ്റ്റ് പ്ലെയർ എന്ന്. ഇത്രയും കേട്ടുകഴിയുമ്പോൾ നമ്മൾ റിന്നും ഒന്ന് ചാർജ്ഡ് അപ്പ് ആവും. പക്ഷേ ഇതെല്ലാം കണ്ട് നമ്മൾ ഇസാക്കി ഒന്നുകൂടെ അനലൈസ് ചെയ്യും ആ ഗ്രൗണ്ടും ഫീൽഡും എല്ലാം. എന്നിട്ട് അവൻ പറയും ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണോ അവന് മാത്രം ഈ ഫീൽഡിനെ ഡിവൈർ ചെയ്തിട്ട് ഈ മാച്ച് ജയിച്ച് പോകാൻ പറ്റൂ. ഈ ഗെയിം അവസാനിക്കുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ഒരു ഗോൾ ആ ഗോൾ പോസ്റ്റ് എഴുതി അടിച്ചതിന് ശേഷം ഇവിടെ ഞാൻ വിടത്തുള്ളൂ എന്നുറപ്പിച്ചിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് കൊണ്ട് തന്നെ തുടങ്ങുകയാണ് ഗൈസ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി നമ്മൾ സായിയും ഷിദോഷിയും കൂടെ ആണെങ്കിൽ ബോളും കൊണ്ട് പോകുമായിരുന്നു ഫോർവേഡ് കയറി. അപ്പോഴാണ് നമ്മുടെ നീക്കോ നമ്മുടെ റിയൂസിയുടെ അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നവനെ. അനലൈസ് ചെയ്യുമ്പോൾ അവന് കാര്യം മനസ്സിലായി. അവൻ ആ ബോക്സിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ഗോൾ അടിക്കുന്നതാണെങ്കിൽ ആർക്കും പറ്റത്തില്ല. അതുകൂടാതെ നമ്മുടെ ഈ റിയൂസി ഉണ്ടല്ലോ, അവൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. അവൻ്റെ സ്വന്തം ടീം തന്നെ ഞെട്ടിപ്പോയി. ടീം പ്ലേ എന്ന് പറഞ്ഞ സംഭവമേ അവനില്ല. ബട്ട് ഒറ്റയ്ക്ക് ചെല്ലുക, ഒറ്റയ്ക്ക് അങ്ങ് കയറി അങ്ങ് ചെല്ലുക അവനങ്ങ്. സ്വന്തം ടീം തന്നെ ഞെട്ടിപ്പോയി. പിന്നെ അവനെന്ന് പറയുമ്പോൾ ഇത് 11 vs 11 അല്ല, 1 vs 24. മനസ്സിലായോ? അതാണ് അവൻ്റെ ടീം പോലും അവൻ്റെ ശത്രുക്കളാണ്. ഈ അവസരം മുതലാക്കി നമ്മുടെ സായ് എന്ത് ചെയ്തു, നമ്മുടെ ഷിദോയ്ക്കാണെങ്കിൽ ഒരു പാസ് കൊടുത്തു. ഈ പാസ് കിട്ടി നമ്മുടെ ഷിദോ കയറി പോകുമ്പോഴായിരിക്കും നമ്മുടെ ചിഗിരി അപ്പം തന്നെ അവൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ചിഗിരെ കണ്ടുകൊണ്ട് നമ്മുടെ ഷെയ്ന്തോയ്ക്ക് നമ്മുടെ ഷിദോ ബോൾ പാസ് ചെയ്തു. അവിടുന്ന് ഷെയ്ന്തോ വീണ്ടും ആ ബോൾ ഷിദോയ്ക്ക് പാസ് ചെയ്തു. പക്ഷേ അതിന് ശേഷം നമ്മുടെ ഷെയ്ന്തോയ്ക്ക് തിരിച്ച് ബോൾ കിട്ടി. അപ്പോൾ ഷെയ്ന്തോ നേരെ സായിക്ക് പാസ് കൊടുത്തു. സായി ആണെങ്കിൽ അവിടുന്ന് അടിപൊളിയായിട്ടൊരു ഷോട്ട്, ഒരു ഗോൾ അടിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ എല്ലാം റെഡിയായി നിൽക്കുമായിരുന്നു. പക്ഷെ അവന് നല്ല അടിപൊളി ഒരു ഷോട്ട് പാസ്സാക്കി ഞാൻ കൊടുത്തു. ആ പാസ് ചെന്നെത്തുന്നത് നമ്മുടെ ഷിദോ റിയൂസിയുടെ കയ്യിലായിരുന്നു. അവനാണെ ചാടി ഒരു ഡബിളിനെ പോലെ അവൻ്റെ പുറയിൽ ചിറകുകളൊക്കെ വന്നു. അങ്ങനെ അവൻ അടിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു കാൽ വന്ന് അവൻ്റെ കാലെ വന്ന് ഇടിച്ചു. അത് മറ്റാരും അല്ലായിരുന്നു യേസ്, നമ്മുടെ മുത്തു നീക്കോ ആയിരുന്നു യേസ്. അവനെ ബോൾ സ്കോർ ചെയ്യുന്നതിന് രക്ഷിച്ചു. ബട്ട് അവൻ്റെ കാലം തന്നെ ഇഞ്ചുറി ചെയ്തു. പിന്നെ ഭയങ്കര അപകടമായതുകൊണ്ട് തന്നെ നമ്മുടെ നീക്കൊക്കെ ഒരു യെല്ലോ കാർഡും കിട്ടി. ഫൗളും അല്ലായിരുന്നു. നമ്മുടെ ഷിദോ ആണെങ്കിൽ നമ്മുടെ നീക്കോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അവന് ഓൾമോസ്റ്റ് ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ സാധനമായിട്ട് പറയുന്നത്, നിനക്ക് എൻ്റെ കരിയർ ഇവിടെ കൊണ്ട് തന്നെ അവസാനിക്കണോ ഷിദോ, നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നീ ഗോൾ അടിച്ച് കാണിക്കടാന്ന് പറഞ്ഞു. അത് നമ്മുടെ റിയൂസി അനുസരിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ഇസാഗിയും ഗവന്മാരും കൂടെ വന്നിട്ട് നമ്മുടെ നീക്കോയെക്കുറിച്ച് അഭിനന്ദിക്കും. സേവ് ചെയ്തല്ലോ അവൻ ആ ഗോള്, അതുകൊണ്ട് അവന് നല്ല ഡിഫെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ നീക്കോ അത്ര ഹാപ്പി അല്ലായിരിക്കും. നീക്കോ പറയും നമ്മുടെ സായിയുടെയും ഷീന്തോയുടെയും ഇടയിലുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടല്ലോ, അത് പക്ക പെർഫെക്റ്റാണ്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവർ രണ്ടുപേരും വരും, ഗോൾ അടിക്കും, ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം നമ്മുടെ നീക്കോയ്ക്ക് നേരത്തെ മനസ്സിലായി. ബട്ട് എന്നിട്ട് നീക്കോയ്ക്ക് അവനെ തടയാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ഷീന്തോയുടെ ഫുൾ ഗെയിം സ്റ്റൈലും എല്ലാം മാറി. അവൻ ഫുള്ളായിട്ട് മാറി. അവൻ്റെ സ്ട്രെങ്ത് ലെവലും അവൻ ഫുള്ളും മാറി. അവൻ്റെ സ്ട്രെങ്ത്തിൻ്റെ സ്പീഡിൻ്റെ ഒപ്പം അവൻ നീക്കോയ്ക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോഴായിരിക്കും നമ്മൾ നീക്കോയുടെ കാല് വീണ്ടും വേന എടുക്കാൻ തുടങ്ങുന്നത്. ഇസാഗി പറഞ്ഞു നീക്കോയോട്, നീ പോയി റെസ്റ്റ് എടുക്കുക, നമുക്ക് വേറെ ആളെ ഇറക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നീക്കോ പറഞ്ഞു വേണ്ട, എനിക്കൊരു സ്ട്രൈക്കർ ആവാനുള്ള കഴിവില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായ ശേഷം ഞാൻ നല്ലോണം പൊട്ടിക്കരഞ്ഞു പോയി. ബട്ട് എൻ്റെ ഈ കണ്ണുകളിലോട്ട് എനിക്ക് ഡിഫെൻഡിങ് ചെയ്യാം. ആ ഡിഫെൻഡിങ് ചെയ്ത് എനിക്കിപ്പോൾ രസം വരുന്നതുകൊണ്ട് ഇല്ല, എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഇനിയും കുറച്ചൊക്കെ കളിക്കണം ഇസാഗി. എനിക്കെങ്ങനെയും ഈ മാച്ച് ജയിക്കണത് എൻ്റെ ഒരു വാശിയാണ് നിസായിക്കോട് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഫ്രീ കിക്കിനുള്ള സമയമായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ ഷിദോ പറഞ്ഞു ഇത് ഇവന് കിട്ടിയ ഫ്രീ കിക്കാണ്, അതുകൊണ്ട് ഇത് ഇവൻ തന്നെ അടിച്ച് സ്കോർ ചെയ്യുമെന്ന്. പക്ഷേ അപ്പോൾ സായി പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ ഇതാ നിനക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ? അപ്പം ഷിദോ ഒന്ന് ആലോചിക്കും. എടാ നീ ഒന്ന് ആലോചിച്ച്, നിൻ്റെ സ്കില്ല് വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഇവിടുന്ന് ഇത്ര അടിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. നീ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കും, നീ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നിനക്ക് എങ്ങനെ ഇത്തിരി അടിപൊളിയായിട്ടൊരു ഗോൾ നിനക്ക് അടിക്കാമെന്ന്. എന്നിട്ട് നീ അതനുസരിച്ച് നീങ്ങ്. അപ്പം ഇത് പറയാം, ഞാൻ വിചാരിച്ചില്ല നീ മിടുക്കനാ, എൻ്റെ മനസ്സിലൊരു ഗോള് വരുന്നുണ്ട്, ബട്ട് ഇച്ചിരി പാടാ. നിനക്ക് ഉറപ്പാണ് നിനക്ക് എൻ്റെ കൂടെ കീപ്പപ്പ് ചെയ്യാൻ പറ്റുമെന്ന്? നീ ആരാന്നാ വിചാരം? നീ പോ, ഞാൻ എൻ്റെ മാജിക് ട്രിക്ക് കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞ പാടെ നമ്മുടെ ഷിദോയും സായും റെഡിയായി നിൽക്കും. അങ്ങനെ നമ്മുടെ ഷിദോ ഒരു ഫേക്ക് ഷൂട്ട് ചെയ്തിട്ട്
ഷിതോ ഫ്രണ്ടിലേക്ക് ഓടിപ്പോവും. എന്നിട്ട് നമ്മുടെ സായ് പറയുന്ന വന്നിട്ട് സായ് ഒരു നൈസ് പാസ് അടിക്കും. ഇത് നമ്മുടെ ചിഗിരിക്ക് മനസ്സിലായി ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മുടെ ചിഗിരി ആണെങ്കിൽ നമ്മുടെ സായിയെ തടുക്കാൻ പോകും, ബട്ട് നടക്കത്തില്ല. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇസായിക്ക് തന്നെ മനസ്സിലായത് നമ്മുടെ ഷിതു എത്രമാത്രം ഇവോൾവ് ആയെന്ന്. ആ ഒരു ഷോട്ട്, ആ മിഡ് എയറിൽ വെച്ച് അവൻ കൊടുത്ത പെർഫെക്റ്റ് ഷോട്ട്, അത് ഗോൾ കയറി. അതൊന്നും ബ്ലോക്ക് ചെയ്യാൻ പോലും ആർക്കും പറ്റിയില്ല. അതോടെ നമുക്ക് ഇസായിക്ക് മനസ്സിലായി നമ്മുടെ ഇസാഗിയും ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിലേക്ക് സായും ഷിതുവും കൂടെ തമ്മിൽ ചേരുന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ല, കെമിക്കൽ റിയാക്ഷൻ, അത് എത്ര സ്ട്രോങ്ങും പവർഫുള്ളാന്നുള്ള കാര്യം ഇസായിക്ക് മനസ്സിലായി. ഇനിയും ലെവലപ്പ് ആവാതെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ മാച്ച് സ്കോർ ചെയ്യണമെങ്കിൽ. അപ്പോഴാണ് നമ്മുടെ ഇസാഗി നീക്കോയും ചിഗിരിയും നോക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും വയ്യ, അതുകൊണ്ട് ഇനി അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കിയേ പറ്റൂ. അപ്പോഴായിരിക്കും നമ്മുടെ ചിഗിരി പറയുന്നത് അവൻ കുറച്ചുകൂടെ ട്രെയിനിങ് ചെയ്തിരുന്നെങ്കിൽ ഹാർഡായിട്ട് അവൻ ഇനി കുറച്ചുകൂടെ ഓടാമായിരുന്നു. എനിക്ക് പറ്റത്തില്ല ഇസാഗി സബ്സ്റ്റിറ്റ്യൂട്ട് ആവാൻ, എനിക്ക് പറ്റത്തില്ല. ബട്ട് അപ്പോഴായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി 4 മിനിറ്റ് ടൈം അവർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ചിഗിരിക്കും നീക്കോയ്ക്കും പകരം ഹയോറിയെയും റിയോയുമാണ് പകരം ഇറക്കുന്നത്. നമ്മുടെ ചിഗിരിയാണെങ്കിൽ ഓൾമോസ്റ്റ് കരഞ്ഞു. അങ്ങനെ കരയാറായപ്പോൾ നമ്മുടെ ഈഗോ ചോദിച്ചു, നിനക്ക് ഇത്രയും വിഷമമുണ്ടായിരുന്ന നീ എന്തുകൊണ്ട് ട്രെയിനിങ് ചെയ്തില്ല? കാരണം നിൻ്റെ ബോഡി അവിടം വരെ നിൽക്കത്തില്ല, നിനക്കറിയാം, നീ ഇതിലും ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. ഇത്രയും പറഞ്ഞ് നമ്മുടെ ചിഗിരി മിണ്ടാതെ അവിടെ കടിച്ചു പിടിച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മുടെ റിയോ നാഗി വിളിച്ചിട്ട് പറയും, ഞാൻ നിന്നെ അധികം വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലല്ലോ അല്ലേ? അപ്പം നാഗി ഇരുന്നിട്ട് പറയും, ഇല്ല, എനിക്കറിയാമെന്ന് നീ വീണ്ടും വരുമെന്ന്, നമുക്ക് ഒരുമിച്ച് കളിക്കാനുള്ള സമയമായി അല്ലേ? ഇത്ര പെട്ടെന്ന് റിയോ പറയും, അതെ ഇനി സമയമായി, നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിവിടെ അവസാനിച്ചാൽ എല്ലാം കഴിഞ്ഞു, നമ്മുടെ കരിയറും നമ്മുടെ ലക്ഷ്യവും എല്ലാം. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റുമെന്ന് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഇസാഗിയും റിനും വീണ്ടും ബോളും കൊണ്ട് അടുത്ത സെറ്റിനായിട്ട് ഇറങ്ങുവാണ്. നമ്മുടെ ഇസാഗിയുടെ തലയിലായിരുന്നെങ്കിൽ ഓരോ പ്ലേയേഴ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, അവരുടെ സ്ട്രെങ്ത്തും അവരുടെ എബിലിറ്റീസും എല്ലാം ഇങ്ങനെ ഓടുമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഹയോറിക്ക് നമ്മുടെ ഇസാഗി ബോൾ പാസ് ചെയ്യുന്നത്. അങ്ങനെ ഹയോറിയുടെ ഫ്രണ്ടിലേക്കാണെങ്കിൽ ധാരായി വരും. ധാരായി വരുമ്പോൾ നമ്മുടെ ഹയോറി പറയും, നിനക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക, ഞാനൊരു നിഞ്ചയല്ല, ഒരു സ്പ്രിൻ്ററും അല്ല, ഞാനൊരു ഡിഫറെൻറ്റ് ബ്രീഡ് തന്നെ ആടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹയോറിയുടെ മുമ്പിലുള്ള അപ്പർ മൂൺ 3 ഇല്ലേ, 3യുടെ ബ്ലഡ് ഡീമൺ ആർട്ട് നമ്മുടെ ഹയോറി അങ്ങ് ഓപ്പൺ ചെയ്യും. ഡീമൺ സ്ലെയർ എക്സ് ബ്ലൂ ലോൾ ഓപ്പൺ ചെയ്തിട്ട് അവന് കൊടുക്കാൻ പറ്റുന്ന പാസുകളെല്ലാം ഇങ്ങനെ കാണിക്കും. അങ്ങനെ അവന് ക്ലീൻ ഷോട്ട് പാസ് അവൻ കാരാസുവിന് കൊടുക്കും. അങ്ങനെ കാരാസുവിനെ പ്ലേയേഴ്സ് വലിഞ്ഞപ്പം അവൻ വീണ്ടും ബോൾ ഹയോറിക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഹയോറിയുടെ നിന്ന് വീണ്ടും ബോൾ കിട്ടിയപ്പോൾ ഹയോറി ആ ബോൾ എടുത്ത് വീണ്ടും ഒരു പാസ് കൊടുത്തു. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ, ആ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഹയോറിയുടെ ഗെയിം സെൻസും അവൻ്റെ പാസും ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ആ പാസ് നേരെ പോകുന്നത് നമ്മുടെ റിന്നിൻ്റെ മണ്ടയിൽ കൂടെ ചെന്ന് നമ്മുടെ നാഗി അടുത്തായിരിക്കും. നാഗി എന്നാൽ സ്കോർ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും നാഗിയുടെ ഫ്രണ്ടിലേക്ക് മറ്റേ ഗാർഡോഗില്ലേ U20 ആ ഫ്രണ്ട് വരും. അപ്പം നാഗി മനസ്സ് പറയും, ഈ ഡോഗർമാനത്ത് എപ്പോൾ നോക്കിയാലും എൻ്റെ മുമ്പിൽ തന്നെ വന്നിരിക്കുന്ന ശല്യം. പക്ഷെ എന്തായാലും നാഗി തീരുമാനിച്ചു ആ ബോൾ എങ്ങനെയും എനിക്ക് കിട്ടിയിട്ട് ഏറി വെച്ച് തന്നെ ആയിരിക്കും പാസ് കൊടുക്കണം ബാക്കിലേക്ക് എന്ന് പറഞ്ഞ് നാഗി ജമ്പ് ചെയ്ത് ഏറി വെച്ച് തന്നെ കിക്ക് ചെയ്ത് ബാക്കിലേക്ക് വീണ്ടും പാസ് കൊടുത്തു. അങ്ങനെ ആ ബോൾ പോകുന്നു നമ്മുടെ റിനിൻ്റെ പുറകിൽ കൂടെ നേരെ ഇസാഗിയുടെ അടുത്തേക്ക് കഴിയും. ഇസാഗി അങ്ങനെ ഗോൾ അടിക്കാൻ വേണ്ടി ഞടിക്കുകയും ഐക്യു ഒലിവർ അവിടെ വന്നിട്ട് ആ ബോളിനെ ക്ലിയർ ചെയ്ത് വിടും. ശരിക്കും പറഞ്ഞാൽ ഇസാഗിക്കൊന്നും മനസ്സിലായില്ല. ഇവൻ കുറച്ച് മുമ്പ് ഇവൻ എൻ്റെ പുറയിലല്ലായിരുന്നോ, ഇവൻ എങ്ങനെ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നു, ഇവൻ എൻ്റെ അതൊന്നും പറയാൻ ഇനി ഇവിടെ സമയമില്ലായിരുന്നു. കാരണം ബോൾ വീണ്ടും തിരിച്ച് U20യുടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ആ ബോൾ നേരെ നമ്മുടെ സായുടെ എത്തി, സായുടെ നിന്ന് പിന്നെ ആ ബോൾ ഷിതോടെ എത്തി. അങ്ങനെ ഇപ്പോഴായിരുന്നു നമ്മുടെ റിയോ പറയുന്നത്, എനിക്ക് ഷൈൻ ചെയ്യാനുള്ള സമയമായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈഗോ റിയോ ഇവിടെ വിട്ടതെന്ന് വെച്ചാൽ, കളിയിൽ ഇറക്കാൻ വിട്ടതെന്ന് വെച്ചാൽ ഷിതോ റിയൂസിയെ
തടയണം. അവൻ്റെ ഒറ്റ ലക്ഷ്യം ആ ഒരു പ്ലെയറാണ്, ഷിദോ റിയൂസിയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ബോൾ നമ്മുടെ ഷിദോടെ കിട്ടി. ഷിദോ കയറി ഇങ്ങ് വന്നപ്പം നമ്മുടെ റിയോ ചാടി ഒരു സ്നേക്കിൻ്റെ വിട്ടു, നമ്മുടെ ഒലിവർ ഐക്യുവിൻ്റെ അതേ മൂവ് യൂസ് ചെയ്ത്, സ്കില്ല് യൂസ് ചെയ്ത് നമ്മുടെ ഷിദോടെ ബോൾ തട്ടി മാറ്റും. അവൻ ഡിഫെൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ റിയോ പറയും, എൻ്റെ സലമാൻഡർ ഡിഫെൻഡിങ് യൂസ് ചെയ്ത് ഈ ടീമിനെ ബാലൻസ് ചെയ്യാനും ജയിക്കാൻ വേണ്ടിയുള്ള വഴി തുറക്കാനും വേണ്ടിയാണ് എന്നെ ഇവിടെ അയച്ചതെന്ന് പറയും. നമ്മുടെ ആ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും തന്നെ ഞെട്ടിപ്പോവും, ഇൻക്ലൂഡിങ് നാഗി. അങ്ങനെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ അടിപൊളി എപ്പിസോഡ് ഇവിടെ കൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നത് ഗൈസ്. സോ സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ ബൈ.